മാക്കനായി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാക്കനായി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മൾ മലയാളം പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് അറിയാവുന്നവരോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഈ റെസിഡൻസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ കേരളം വിട്ട് ഇന്ത്യ വിട്ട് വെളിയിലൊക്കെ പോകുമ്പോൾ അവർ പഠിച്ചോളും. ഇപ്പം എനിക്ക് നന്നായി തമിഴ് അറിയാം, അത് ഞാൻ ഊട്ടി പഠിച്ചതുകൊണ്ടാണ്, സ്കൂളിൽ പഠിച്ചതല്ല. നന്നായി തമിഴ് പറയും, നന്നായി തമിഴ് കേട്ടാൽ അറിയാം. ഞാൻ ഊട്ടി പഠിച്ചപ്പോൾ എനിക്കത് ആവശ്യമായി വന്നു. UK-യിലോ ജർമ്മനിയിലോ ഇറ്റലിയിലോ പോകുന്ന ഒരാൾ, UK പോകുന്ന ഒരാൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായി അവന് വെള്ളം കുടിക്കണത് പഠിച്ചേ പറ്റും. അപ്പോൾ അവിടെ പഠിച്ചാൽ മതി, ഇവിടെ പഠിച്ച് അവിടെ ചെന്ന് പറയാൻ പറ്റില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും ആത്മമിത്രവുമായ സജീവൻ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നോട് വിളിച്ചത്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ജയപാലൻ, അയാളും എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. വലിയ സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ. സ്വാഗതം പറഞ്ഞ ഭരതൻ മാഷെന്നെ വിളിച്ചിട്ടുള്ളൂ. സുകുമാർ അഴീക്കോട് മാഷുമായി മരണം വരെ നിരവധി വേദികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരിടത്തും സുകുമാർ അഴീക്കോട് സീർ എന്ന് വിളിച്ചിട്ടില്ല. അസോസിയേഷൻ പ്രസിഡന്റ് MK സജീവൻ അധ്യക്ഷത വഹിച്ചു. പട്രാക് ജനറൽ സെക്രട്ടറി ജയപാലൻ VB മുഖ്യപ്രഭാഷണം നടത്തി. 7ാം വാർഡ് മെമ്പർ സുരേഷ് ബാബു, പട്രാക് ചിറ്റാറ്റുകര പഞ്ചായത്ത് സെക്രട്ടറി രാജൻ, അസോസിയേഷൻ സെക്രട്ടറി നിഷാർ, സ്നേഹതീരം പ്രസിഡന്റ് വേണുഗോപാൽ, അസോസിയേഷൻ സെക്രട്ടറി പ്രദീപ്, വൈസ് പ്രസിഡന്റ് ജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു.